ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ. വ്യക്തിഗത അഭിമുഖം ഒരുപക്ഷെ വ്യക്തികളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദവും എല്ലായിടത്തുമുള്ളതുമായ രീതിയാണ്. വ്യക്തിപരമായ സാഹചര്യത്തിലാണ് അഭിമുഖം നടക്കുന്നത്. സാമൂഹ്യമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പോലും അതിലൊരു വ്യക്തി ഇൻ്റർവ്യൂവർ മറ്റൊരു വ്യക്തിയോട് ഇൻ്റർവ്യൂയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഗവേഷണ പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ ഉത്തരങ്ങൾ നേടുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ അഭിമുഖത്തിൽ അടങ്ങിയിരിക്കുന്നു. ചോദ്യാവലിയിൽ ഉത്തരങ്ങൾ എഴുതുകയാണെങ്കിൽ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, രണ്ട് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. ഒന്നാമത്തേത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് അഭിമുഖമാണ് അത്. ചോദ്യങ്ങൾ, അവയുടെ ക്രമം എന്നിവ നിശ്ചയിച്ചു കൊണ്ടുള്ളതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂ. ഇതിൽ അഭിമുഖം നടത്തുന്നയാൾക്ക് താരതമ്യേന സ്വാതന്ത്ര്യം കുറവാണ്. നിലവാരമുള്ള അഭിമുഖങ്ങൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഉപയോഗിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഗവേഷണ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ അഭിമുഖ ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നു. അഭിമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന ഇൻ്റർവ്യൂ ഷെഡ്യൂളുകളുടെ പ്രയോഗങ്ങൾ നേരിട്ടുള്ളതാണ്. സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിനാവശ്യമായ വിവരങ്ങളുടെ ഒരു കൃത്യമായ പ്രതികരണങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ്. ഇത് പ്രതികരിക്കുന്നവരിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതായതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കൽ പ്രക്രിയയും വളരെ ശ്രദ്ധാപൂർവമാണ് നടത്തേണ്ടത്. നേരിട്ടാണ് ഇതിൽ രണ്ടും നടക്കുന്നത് എന്നുകൊണ്ട് തന്നെ ധാരാളം വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും. അപ്പോൾ അഭിമുഖം എന്ന് പറയുന്നത് ഒരു കലയാണ്. ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ വികസിപ്പിച്ചെടുക്കലും അതിനേക്കാൾ വലിയ കലയും ശാസ്ത്രവുമാണ്. ഷെഡ്യൂളുകൾ ആസൂത്രണം ചെയ്തതിനു ശേഷം എഴുതിയുണ്ടാക്കണം. വ്യക്തിപരമായ വിവരങ്ങൾ, സെൻസസ് തല വിവരങ്ങൾ, പ്രശ്നങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ എന്നിങ്ങനെ 3 തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ആവശ്യമായ ചോദ്യങ്ങൾ ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കണം. ഓരോ വ്യക്തിയെയും തിരിച്ചറിയുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. വിവരശേഖരണത്തിനായി 2 തരം ഷെഡ്യൂളുകൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. ഒന്ന് ഓപ്പൺ ഷെഡ്യൂളും 2 ക്ലോസ്ഡ് ഷെഡ്യൂളും. ഇപ്പോൾ വിവരശേഖരണത്തിനായി പ്രധാനമായും നമ്മൾ 2 തരത്തിലുള്ള ഷെഡ്യൂളുകളാണ് ഉപയോഗിക്കുന്നത്. അഭിമുഖത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഷെഡ്യൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അഭിമുഖങ്ങൾ പൂർത്തിയാക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച തോതിലുണ്ടാക്കിയ ഷെഡ്യൂൾ ഉപയോഗിച്ച് അഭിമുഖം നടത്തുമ്പോൾ മറ്റേതൊരു റിസർച്ച് ടൂളിനും ശേഖരിക്കാൻ കഴിയാത്തത്ര ശക്തമായ ഡാറ്റ ലഭ്യമാകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. വിവരങ്ങളുടെ സോഴ്സിൽ നിന്നും പരമാവധി ഡാറ്റ ചോർത്തിയെടുക്കുന്നതിന് അനുയോജ്യമായ ഗവേഷണ ഉപാധിയാണ് ഇൻ്റർവ്യൂ. അതിനായി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സാമൂഹ്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് അഭിമുഖ ഗൈഡ് അഥവാ ഇൻ്റർവ്യൂ ഗൈഡ് എന്നുള്ളത്. ഇപ്പോൾ ഓരോ ഗവേഷണ പ്രശ്നത്തിനും വിഷയത്തിനും കീഴിൽ ഉത്തരം ലഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഉയർന്ന തലത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുന്ന ഉയർന്ന തലത്തിൽ തന്നെയുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് അഭിമുഖ ഗൈഡ് അഥവാ ഇൻ്റർവ്യൂ ഗൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിഷയ സംബന്ധമായി വളരെയധികം വിശദീകരിക്കുന്ന ഒന്നല്ല ഇൻ്റർവ്യൂ ഗൈഡ്. ഒരു പേജിനപ്പുറം വിഷയ സംബന്ധമായ വിശദാംശങ്ങൾ അതിലുണ്ടായിരിക്കാൻ പാടില്ല. ഇൻ്റർവ്യൂ വേളയിൽ റെഫർ ചെയ്യാനും എന്നാൽ ഒട്ടും താഴ്ന്ന തലത്തിലുള്ളതല്ല ചോദ്യങ്ങളെന്ന് ഉറപ്പുവരുത്താനും ഇൻ്റർവ്യൂ ഗൈഡ് ഗവേഷകനെ അല്ലെങ്കിൽ ഗവേഷണ വിദ്യാർത്ഥിയെ സഹായിക്കുന്നു. നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട അഭിമുഖം പൊതുവെ ഏറ്റവും ഫലപ്രദമായിരിക്കും. ഗുണപരമായ ഡാറ്റ ശേഖരിക്കുകയാണ് ഉദ്ദേശം എന്നതുകൊണ്ട് തന്നെ അഭിമുഖം സ്ട്രക്ചേർഡ് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാൽ ക്ലോസ്ഡ് എൻഡൻഡും ഓപ്പൺ എൻഡൻഡുമായ ചോദ്യങ്ങൾ ഉണ്ടാവാം. പ്രതികരിക്കുന്ന ആളുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടാകണം ഗവേഷകൻ കാര്യങ്ങൾ കേൾക്കേണ്ടതും പറയേണ്ടതും. അപ്പോൾ അനൗപചാരികത കൂടുതലാകാനുള്ള സാധ്യത ഉണ്ട്. ഇൻ്റർവ്യൂ ചെയ്യാനുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയും സാധ്യമായ പദങ്ങളും തുടർന്നുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഒരു ഇൻ്റർവ്യൂ ഗൈഡ്. ഗവേഷകന് അനുയോജ്യമെന്ന് തോന്നുന്ന രീതിയിൽ ചോദ്യത്തിൻ്റെ ഗതിയിൽ മാറ്റങ്ങൾ വരുത്താനും അപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് രീതികൾക്കനുസരിച്ച് ദൃശ്യമാകുന്ന വിവരങ്ങൾ ആരായുന്നതിനും കഴിയും. ഒരു അഭിമുഖ ഗൈഡിന് അനുസൃതമായ ഇൻ്റർവ്യൂ ശൈലിയിൽ ഏറ്റവും സംഭാഷണാത്മകമായിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഘടനയില്ലാത്ത അഭിമുഖങ്ങളെയാണെന്ന് തോന്നുമെങ്കിലും ഏത് ദിശയിലേക്കാണ് ഇൻ്റർവ്യൂ തിരിച്ചുവിടേണ്ടതെന്ന് കൃത്യമായ ആശയവും ബോധവും ഗവേഷകന് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഗവേഷകനാണ് ആ ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്ന വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് സന്ദർഭം അനുസരിച്ച് അനുയോജ്യമായ അഭിമുഖ രീതി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്ട്രക്ചേർഡ് ആവണോ അൺസ്ട്രക്ചേർഡ് ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സന്ദർഭത്തിനനുസരിച്ച്
ഗവേഷകനാണ്. ഇനി നമുക്കറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയം സാമ്പിളിംഗ് എന്നുള്ളതാണ്. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആകെയുള്ളതിൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭാഗം തിരഞ്ഞെടുക്കൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തെക്കുറിച്ചുള്ള വിധിയോ അനുമാനമോ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് അഥവാ പ്രതിചയന രീതി എന്ന് പറയുന്നത്. ഒരു വലിയ മൊത്തത്തിലുള്ളതിൻ്റെ പോപ്പുലേഷൻ്റെ ചെറിയൊരു പ്രാതിനിധ്യമാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷനിലെ ഒരംഗത്തെയാണ് പോപ്പുലേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെത്താനുള്ള ഉദ്ദേശത്തോടെ ചില ജനസംഖ്യാ ഘടകങ്ങൾ തിരഞ്ഞെടുത്ത് ആ ഘടകങ്ങളുടെ ഗ്രൂപ്പിനെ സാമ്പിൾ എന്ന് വിളിക്കുന്നു. സാമ്പിളിനായി ഗ്രൂപ്പിൻ്റെ സ്വഭാവമുള്ള അടിസ്ഥാന ഘടകങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവേ പഠന രീതിയിൽ ഈ സാമ്പിളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജനസംഖ്യ വളരെ വലുതാകുമ്പോൾ ഗവേഷണ പഠനത്തിന് സാമ്പിൾ വഴി മുഴുവൻ ജനസംഖ്യയെയും തൃപ്തികരമായി ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. ഇപ്പം നമ്പർ പരിമിതമാണെങ്കിൽ ശക്തവും സമഗ്രവുമായ ഡാറ്റ ശേഖരണം സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സമയവും ചെലവും നമ്മുടെ എനർജിയും ലാഭിക്കുന്നതിന് വളരെയേറെ സഹായകരമാകുന്നു. ഇപ്പോൾ പ്രദേശത്തിൻ്റെ യൂണിറ്റുകൾ ഏകദാനമാകുമ്പോൾ സാമ്പിൾ രീതി വളരെ ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ്. അപ്പോൾ സാമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ സർവേ മെത്തേഡിൽ വിവരശേഖരണം നടത്തുന്നത്. അപ്പോൾ ഒരു നല്ല സാമ്പിളിന് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ എന്നുള്ള ആശയവും നമ്മൾ ഇതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ജനസംഖ്യയുടെ പ്രതിനിധിയായിരിക്കണം. ഒരു സാമൂഹിക ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കുന്ന സാമ്പിളിൽ ലിംഗഭേദം, ആണ് പെണ്ണെന്നുള്ള പ്രാദേശിക അവസ്ഥ, ഗ്രാമീണ നാഗരികം, സാമ്പത്തിക അവസ്ഥ, വരുമാന പരിധി, BPL APL, വിദ്യാഭ്യാസ നിലവാരം തുടങ്ങിയ എല്ലാ പ്രാതിനിധ്യത്തെയും വിവരണം കൃത്യമായി രേഖപ്പെടുത്തണം. അപ്പോൾ പക്ഷപാതം, മനഃപൂർവ്വം തിരഞ്ഞെടുക്കൽ എന്നിവയിൽ നിന്ന് അവ മുക്തമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ പിശക് കുറവായിരിക്കുകയും ചെയ്യും. അങ്ങനെ പിശക് കുറവായിരിക്കണം എന്നുള്ളതാണ്. സാമ്പിൾ വളരെ വലുതാകാനും പാടില്ല. ജനസംഖ്യയുടെ അഥവാ പോപ്പുലേഷൻ്റെ എല്ലാ സവിശേഷതകളും പ്രതിഫലിപ്പിക്കുന്ന ക്രമരഹിതമായി തിരഞ്ഞെടുത്ത മിതമായ വലുപ്പമുള്ള ഒരു സാമ്പിൾ ഒരു നല്ല സാമ്പിളായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് അറിയേണ്ടത് സാമ്പിളിൻ്റെ രീതികൾ അഥവാ മെത്തേഡ് ഓഫ് സാമ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ സാമ്പിളിംഗ് ടെക്നിക്കുകൾ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കാറുള്ളത്. പ്രോബബിലിറ്റി സാമ്പിളും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നിങ്ങനെ രണ്ട് തരത്തിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഓരോ ഘടകത്തിനും തുല്യമായി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുള്ള ചില രീതികളുടെ സാമ്പിൾ ഘടകങ്ങൾ സ്വപ്രേരിതമായി തിരഞ്ഞെടുക്കുന്ന ഒരു തന്ത്രമാണ് ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഗവേഷണ രീതിശാസ്ത്രമനുസരിച്ച് പ്രോബബിലിറ്റി നേടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രമരഹിതമായ രീതിയിലാണ് പ്രാതിനിധ്യ സ്വഭാവമുള്ള ഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. റാൻഡം സാമ്പിളിങ്ങിന് ഉദാഹരണമാണ് ലോട്ടറി നടത്തിപ്പുകാർ വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കൽ ക്രമരഹിതവും പ്രവചനാതീതവുമായതിനാൽ ഓരോ ഇനത്തിനും തിരഞ്ഞെടുക്കപ്പെടാൻ തുല്യമായ അവസരമുണ്ട്. ഒരു ഇനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മറ്റു ഇനത്തെ ആശ്രയിക്കുന്നില്ല എന്നും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഗവേഷകൻ്റെ വ്യക്തിപരമായ പക്ഷപാതത്തിനും സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാമാന്യവൽക്കരണത്തിന് പ്രോബബിലിറ്റി സിദ്ധാന്തം നമുക്ക് ഉപയോഗിക്കാനും പറ്റും. എന്നാൽ അതിന് ചില പരിമിതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത് സമയം വളരെ ഏറെ ആവശ്യമുള്ളതും ഊർജവും പണവും സമയവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇനങ്ങൾ വലുപ്പത്തിലോ സ്വഭാവത്തിലോ ഏകദാനമല്ലെങ്കിൽ ഈ രീതി പ്രയോഗിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു പരിമിതി കൂടി ഈ റാൻഡം സാമ്പിളിങ്ങിന് ഉണ്ട് എന്ന് കാണാനായിട്ട് പറ്റും.